ഉണ്ണി മുകുന്ദൻ മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ കുറ്റപത്രം നൽകി പോലീസ്. മർദ്ദനം നടന്നതായി തെളിവില്ലെന്ന് കണ്ടെത്തൽ. എന്നാൽ പിടിവലി ഉണ്ടാവുകയും ഇതിൽ വിപിന്റെ കണ്ണട പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ പോലീസിന് മൊഴി നൽകി. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രമുള്ളത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കുറ്റപത്രത്തിൽ ഏത് തരത്തിലാണ് ഉള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അദ്ദേഹം അങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറ്റപത്രത്തിൽ എന്താണുള്ളത്? ലക്ഷ്മി, അതുതന്നെയാണ്, അദ്ദേഹം മർദ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പോലീസും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇരുവരും തമ്മിൽ പിടിവലി നടന്നു എന്നുള്ളത് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന പോലെ മർദ്ദനം നടന്നതിന് തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അതിലും മർദ്ദനം നടന്നത് പോലീസിന് വ്യക്തമായിട്ടില്ല. ഇതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ പിടിവലി നടന്നു എന്നുള്ള രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമായിരുന്നു ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തതും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും. കാക്കനാട് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. ഇൻഫോ പാർക്ക് പോലീസായിരുന്നു നേരത്തെ ഉണ്ണി മുകുന്ദൻ്റെ മുൻ മാനേജറുടെ പരാതിയിൽ കേസെടുത്തിരുന്നത്. അന്ന് വിഷ്ണു എന്ന് പറയുന്ന മുൻ മാനേജർ നൽകിയിരുന്ന പരാതി എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അയാളുടെ പരാതിയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലക്ഷ്മി.